ആത്മോപദേശ ശതകം ഓഡിയോ ബുക്ക് തുടരുന്നു. 24-ാം പദ്യം. അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിയിലാദിമമായൊരാത്മരൂപം അവനവനാത്മസുഖത്തിനാചരിക്കുന്നവയപരന് സുഖത്തിനായി വരേണം. അവൻ ഇവൻ എന്നറിയുന്നതൊക്കെയോർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. അവൻ ഇവൻ, ഞാൻ, നീ, അവൻ, ഇവൻ എന്നറിയുന്നതൊക്കെ എന്നിങ്ങനെ വേർതിരിച്ചറിയുന്നതൊക്കെ ഓർത്താൽ, സത്യമെന്തെന്ന് വിചാരം ചെയ്തറിഞ്ഞാൽ, അവനിയിൽ, ഈ പ്രപഞ്ചത്തിൽ ആദിമമായ ആദികാരണമായി വർത്തിക്കുന്ന ആത്മരൂപം ബോധഘനമായ പരമാത്മാവ് തന്നെയാണ്. അവരവർ അതുകൊണ്ട് ഓരോരുത്തരും ആത്മസുഖത്തിനാചരിക്കുന്നവ, സ്വന്തം സുഖത്തിനായി ചെയ്യുന്ന കർമ്മമെല്ലാം അപരന് മറ്റുള്ളവരുടെയും സുഖത്തിനായി വരേണം. സുഖത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം. ഞാൻ, നീ, അവൻ, ഇവൻ എന്നിങ്ങനെ വേർതിരിച്ചറിയുന്നതൊക്കെ സത്യമെന്തെന്ന് വിചാരം ചെയ്തറിഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിൽ ആദികാരണമായി വർത്തിക്കുന്ന ബോധഘനമായ പരമാത്മാവ് തന്നെയാണ്. അതുകൊണ്ട് ഓരോരുത്തരും സ്വന്തം സുഖത്തിനായി ചെയ്യുന്ന കർമ്മമെല്ലാം മറ്റുള്ളവരുടെയും സുഖത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം. ആദിമമായൊരാത്മരൂപം, ബോധാനന്ദഘനമായ പരമാത്മാവിൽ ഉണ്ടെന്ന് തോന്നുന്ന നാമരൂപങ്ങൾ മാത്രമാണ് പ്രപഞ്ച ഘടകങ്ങളെന്ന് നാം ചർച്ച ചെയ്തുറപ്പിച്ചിട്ടുണ്ടല്ലോ. വെള്ളത്തിൽ സൂര്യപ്രതിബിംബമെന്ന പോലെ ബുദ്ധിയിൽ പ്രതിബിംബിക്കുന്ന ബോധാംശമാണ് ജീവനെന്നും നാം ധരിച്ചു കഴിഞ്ഞു. പ്രതിബിംബമായ ജീവന് ആനന്ദഘനമായ സ്വരൂപം സാക്ഷാത്കരിക്കുമ്പോഴാണ് ശാന്തിയും ധന്യതയും വന്നുചേരുന്നത്. കൂടുതൽ കൂടുതൽ ശുദ്ധമാകുന്ന ബുദ്ധിയിൽ മാത്രമേ സ്വരൂപം തെളിഞ്ഞു കിട്ടൂ. പലത് കണ്ട് ബുദ്ധി രാഗദ്വേഷ സങ്കുലമായാൽ അശുദ്ധി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയായാൽ സ്വരൂപം കൂടുതൽ കൂടുതൽ മറഞ്ഞു പോവുകയേ ഉള്ളൂ. അപ്പോൾ ചിത്തശുദ്ധിക്ക് അവശ്യം അനുഷ്ഠിക്കേണ്ട സാധന എന്ത്? എല്ലാം ഒരേ പരമാത്മാവ് തന്നെ എന്ന ഭാവാദ്വൈതം നിരന്തരം മനസ്സിനെ പഠിപ്പിക്കുകയാണ് ഇതിനുള്ള രാജപാത. അവൻ വേറെ, ഇവൻ വേറെ, അതുവേറെ, ഇതുവേറെ എന്നിങ്ങനെയുള്ള വിഷയവാസനയെ പുറന്തള്ളി സർവം ബ്രഹ്മമയം എന്ന ചിദ്വാസന ശീലിക്കേണ്ടതാണ്. ഇക്കാര്യം ബോധിപ്പിക്കാനാണ് അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപരന് സുഖത്തിനായി വരേണം. കർമ്മമയമാണ് ജീവിതം. കർമ്മം എങ്ങനെ അനുഷ്ഠിച്ചാൽ ജീവിതം സത്യത്തോടടുത്ത് വിജയിക്കും? വ്യക്തമായ ഉത്തരം കണ്ടെത്തേണ്ട ഒരു ചോദ്യമാണിത്. ഈ ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരമാണ് ഗുരുദേവൻ ഇവിടെ നൽകിയിരിക്കുന്നത്. നിരന്തരം ഭാവാദ്വൈതം മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ട് പരമാത്മ ആരാധനം എന്ന മനാഭാവത്തോടെ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കണം. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ ആത്മസുഖത്തിന് ആചരിക്കുന്ന കർമ്മം ഒരിക്കലും മറ്റുള്ളവർക്ക് ദോഷത്തിന് കാരണമായി തീരുകയില്ല. ഇവിടെ ആത്മസുഖം എന്നതിന് ആത്മസാക്ഷാത്കാരം കൊണ്ട് കിട്ടുന്ന സുഖം എന്നും അർത്ഥം പറയാം. ഈശ്വരഭജനപരങ്ങളായ സാധനകൾ അനുഷ്ഠിക്കുമ്പോഴും മറ്റും ലൗകിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ഒരാൾ ഈശ്വരഭജനപരങ്ങളായ സാധനകൾ അനുഷ്ഠിക്കുമ്പോഴും മറ്റു ലൗകിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ഒരാൾ ഭാവാദ്വൈത പരിശീലനവും ആരാധനാ മനോഭാവവും അംഗീകരിക്കേണ്ടതാണ്. ഇതാണ് കർമ്മയോഗം. ഈ കർമ്മയോഗം അംഗീകരിക്കാത്തിടത്തോളം കർമ്മമൊന്നും സത്യത്തോടടുപ്പിക്കുന്ന വിഷയത്തിൽ കാര്യമായ പ്രയോജനം ചെയ്യുന്നതല്ല. സത്യം കണ്ടെത്തി ജീവിതം സഫലമാക്കുന്നതിനുള്ള സുപ്രധാന നിയമമെന്ന നിലയ്ക്ക് മേൽപ്പറഞ്ഞ വസ്തുത തന്നെ ഗുരുദേവൻ ഒന്നുകൂടി ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു അടുത്ത 25-ാം പദ്യത്തിൽ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.